കാസർകോട് കൊലപാതകത്തെ തള്ളിപ്പറഞ്ഞ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ചിലരുടെ വീണ്ടും വിചാരമില്ലാത്ത പ്രവൃത്തിയാണ് നിലവിലെ അവസരം സൃഷ്ടിച്ചത്. 2 കോൺഗ്രസ് പ്രവർത്തകരുടെ കൊലപാതകം ഹീനമാണ്. തെറ്റായ ഒന്നിനെയും ഏറ്റെടുക്കേണ്ട കാര്യം പാർട്ടിക്കില്ല. ഇത്തരക്കാർക്ക് പരിരക്ഷയും പാർട്ടി നൽകില്ലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ആ കൊലപാതകം ഹീനമാണ്, ഒരു രീതിയിലും ന്യായീകരിക്കാൻ കഴിയാത്തതാണ്. അതുകൊണ്ട് തന്നെയാണ് തെറ്റായ ഒന്നിനെയും ഏറ്റെടുക്കേണ്ട കാര്യം പാർട്ടിക്കില്ല. അതുകൊണ്ടാണ് CPIM-ന്റെ സംസ്ഥാന സെക്രട്ടറി സഖാവ് കോടിയേരി ബാലകൃഷ്ണൻ ഈ സംഭവം നടന്ന ഉടനെ തന്നെ അതിനെ തള്ളിപ്പറഞ്ഞത്. അത് CPIM എങ്ങനെ ഇത്തരം സംഭവങ്ങളെ കാണുന്നു എന്നതിന്റെ തെളിവാണ്. ഇത്തരം ആളുകൾക്ക് CPIM-ന്റേതായ ഒരു പരിരക്ഷയും ഉണ്ടാകില്ല. ഷബീർ ഉമറുണ്ട് വിവരങ്ങളുമായി. ഷബീർ, എന്താണ് മുഖ്യമന്ത്രി പറഞ്ഞത്? വളരെ കൃത്യമായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രസംഗം. ചിലരുടെ വീണ്ടും വിചാരമില്ലാത്ത പ്രവൃത്തിയാണ് നിലവിലെ അവസരം സൃഷ്ടിച്ചത്. ഈ ഇപ്പോൾ പെരിയയിൽ കൊല്ലപ്പെട്ട കൃപേഷിന്റെയും ശരത്ലാലിന്റെയും കൊലപാതകം വളരെ ഹീനമായ പ്രവൃത്തിയാണെന്നും ഒരു തരത്തിലും ന്യായീകരിക്കാൻ ആവില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പിന്നെ മറ്റൊരു കാര്യം, പാർട്ടി ചെയ്യാത്തൊരു കാര്യത്തെ തെറ്റായ ഒന്നിനെയും പാർട്ടി ഏറ്റെടുക്കേണ്ട കാര്യം പാർട്ടിക്കില്ലെന്നും, മാത്രമല്ല പാർട്ടിക്ക് ഒരു വീണ്ടും വിചാരമില്ലാത്ത ചിലരുടെ പ്രവൃത്തിയാണ് ഈ കൊലപാതകം എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി ഇത്തരക്കാർക്ക് ഒരു പരിരക്ഷയും പാർട്ടിയുടെ ഭാഗത്തുനിന്നും ഉണ്ടാവില്ലെന്നും കൃത്യമായി വളരെ കർശനമായ നിർദ്ദേശമെടുക്കും. കുറ്റക്കാർക്കെതിരെ വളരെ ശക്തമായ നടപടി ഉണ്ടാകണമെന്ന് പോലീസിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കൊലയ്ക്ക് ശേഷം പിന്നീട് മുഖ്യമന്ത്രി കൊലയ്ക്ക് ശേഷം കോൺഗ്രസ് പ്രവർത്തകർ അക്രമം നടത്തുന്നു. അത് കൊലപാതകം, ഇത്തരത്തിലുള്ള കൊലപാതകം അക്രമത്തിനുള്ള ലൈസൻസ് ആയി ആരും കരുതണ്ട. അവർക്കെതിരെയും കൃത്യമായ നടപടി ഉണ്ടാകും. അവർ ക്രമസമാധാനം ഉറപ്പുവരുത്താൻ സർക്കാർ ബാധ്യസ്ഥരാണ്. നാട്ടിൽ സമാധാനമുണ്ടാകാൻ എല്ലാവരുടെയും സഹകരണം കൂടെ വേണമെന്ന് മുഖ്യമന്ത്രി അഭ്യർത്ഥിച്ചു. മറ്റൊരു പ്രധാന കാര്യം, മാധ്യമങ്ങൾക്കെതിരെ മുഖ്യമന്ത്രിയുടെ വിമർശനമുണ്ടായി. അക്രമത്തിന് ഇരയായവരെ അക്രമികളായി ചിത്രീകരിക്കുന്ന നിലപാടാണ് ഇപ്പോൾ മാധ്യമങ്ങൾ സ്വീകരിക്കുന്നത്. അത് ശരിയായൊരു നിലപാടല്ല. ഒരവസരം കിട്ടിപ്പോയി, അത്തരത്തിൽ ആ അവസരം ഉപയോഗിച്ച് തകർത്ത് കളയാമെന്ന് ഇത്തരക്കാർ വിചാരിക്കുന്നതും മുഖ്യമന്ത്രി പറയുന്നു. ഇവരുടെയൊന്നും ഈ വിമർശകരുടെ നാട്ടിൻ തുമ്പിലല്ല പാർട്ടിയെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അജിം.